സുഹൃത്തുക്കളെ, എൻ്റെ പേര് ബിജു കുളങ്ങര എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. ഞാൻ 30 വർഷമായി ഇലക്ട്രോണിക് സർവീസ് രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആളാണ്. എനിക്ക് കണ്ണാലൂർ ബേസ് ചെയ്ത് ഓഡിയോ വിഷ്വൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ന് ന്യൂ ജനറേഷൻ ടിവികളാണ്, LED LCD ടിവികളാണ്. ഇത് കൂടുതൽ ഫാൾട്ട് വരുന്നുണ്ട്. ഇതിന്റെ കുഴപ്പം കൂടുതൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് കൂടുതൽ ഉപയോഗം കൊണ്ട് വരുന്നതാണ്. സ്വാഭാവികമായി ലോങ് ലൈഫ് ടെക്നോളജി അല്ല LED LCD ടി വി. പഴയ CRT കണക്ക് 10, 20, 30 വർഷമൊന്നും നിൽക്കില്ല. എങ്കിൽ പോലും ഒരു പരിധി വരെ നമ്മുടെ ഉപയോഗം കൊണ്ട് ഇതിനെ കൂടുതൽ കാലം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. കൂടുതലും ഇതിന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇത് വാട്ടർ ഡാമേജ് വരാറുണ്ട്. അതായത് ഈർപ്പമുള്ള മുറികളിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ, പ്രത്യേകിച്ച് ഈ മൊബൈലായാലും ലാപ്ടോപ്പ് ആയാലും അതുപോലെ തന്നെ ഒരു ഡിവൈസാണ് LED TV. ഇത് നമ്മൾ ഈർപ്പമുള്ള മുറിയിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ഇത്രയും കനമേ ഉള്ളൂ ഈ ഡിസ്പ്ലേക്ക്. അപ്പോൾ ഇതിന്റെ വാട്ടർ ഡാമേജ് പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ചെറിയൊരു കനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന്റെ വാട്ടർ ഡാമേജ് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മുറിയിൽ ടെലിവിഷൻ ഇരിക്കുന്നത് കഴിവതും ഈർപ്പം അടിക്കാത്ത ഭിത്തിയോട് ചേർന്ന് വെക്കണം. മാത്രമല്ല ആ മുറിയിൽ കൂടുതൽ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കരുത്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും നമ്മൾ ആൻഡ്രോയിഡ് ടെലിവിഷനാണ് കൂടുതലും പേര് യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എന്തെല്ലാം ആപ്പുകളുണ്ടോ, എന്തെല്ലാം ആപ്ലിക്കേഷൻ ഉണ്ടോ, അത് മുഴുവൻ നമ്മളെ ടെലിവിഷനിൽ ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ടെലിവിഷൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ കംപ്ലൈൻറ്റുകൾ സാധാരണ കണ്ടുവരുന്നത് സോഫ്റ്റ്വെയർ എററാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എറർ വരാൻ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡ് ബൈയിൽ അടിച്ചതിന് ശേഷം പ്ലഗ് ഓഫ് ചെയ്യേണ്ടത്. പലരും ഡയറക്റ്റ് അങ്ങ് ഓഫ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ എററായി പോകും. അപ്പോൾ നമ്മൾ പരസ്യം നമ്മൾ കാണുമ്പോൾ, ടെലിവിഷൻ്റെ ഒക്കെ പരസ്യം കാണുമ്പോൾ തന്നെ സ്റ്റെബിലൈസറിന്റെ പരസ്യമായിട്ട് കൂടെ വരാറുണ്ട്. യഥാർത്ഥത്തിൽ LED ടെലിവിഷന് സ്റ്റെബിലൈസർ അല്ല ആവശ്യം, UPS ആണ് വേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാൽ നമുക്ക് ആ ടെലിവിഷൻ ഓഫ് ചെയ്യാനുള്ള ഒരു സമയം വേണം. അതിന്റെ സോഫ്റ്റ്വെയർ എറർ ആകാതെ സെറ്റ് സ്റ്റാൻഡ് ബൈയിൽ അടിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടണം. അപ്പോൾ UPS ആണ് നമുക്ക് LED ടെലിവിഷനിൽ, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ടെലിവിഷനിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഉപഭോക്താവിന്റെ, കസ്റ്റമേഴ്സിന്റെ അശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇത് കൂടുതലും കംപ്ലൈന്റ് വരുന്നത്. ഇപ്പം ഞങ്ങളിപ്പം എന്നെ പോലെ ടെക്നീഷ്യന്മാർ ഒരുപക്ഷെ പറയുകയാണ് ഇടിവെട്ടി കഴിഞ്ഞാൽ ചാകരയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളെ കളിയാക്കി. യഥാർത്ഥത്തിൽ ഇടിവെട്ടിയ ചാകരയല്ല ഞങ്ങൾക്ക്. കാര്യം ഒരു ടെലിവിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇടിവെട്ടിപ്പോയാൽ ചിലപ്പം അതിന്റെ മദർ ബോർഡ് മുഴുവൻ മാറ്റേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ, വീണ്ടും അവർ അശ്രദ്ധ കൊണ്ട് ഇടിവെട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മാറുമ്പോൾ നമ്മൾ കസ്റ്റമറുമായിട്ട് ചിലപ്പം വഴക്കാവും. അപ്പം നമ്മൾ ഉപയോഗം തന്നെയാണ്, നമ്മൾ കെയറായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ടെലിവിഷൻ, ന്യൂ ജനറേഷൻ ടെലിവിഷനുകൾ പെട്ടെന്ന് കേടാവാൻ കാരണം. അപ്പോൾ കേടാവാതിരിക്കാൻ നമ്മൾ ഒട്ടേറെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് ഈർപ്പടിക്കാത്ത സ്ഥലങ്ങളിൽ വെക്കുക. ആൻഡ്രോയിഡ് ടെലിവിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ UPS യൂസ് ചെയ്യുക. പിന്നെ കൊച്ചുകുട്ടികൾ പ്രധാനമായിട്ട് നമ്മളത് ഇതിന്റെ കനം ഞാൻ കാണിച്ചു തന്നല്ലോ, മുമ്പേ കുട്ടി കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് നിസ്സാരമായ ഒരു സമ്മർദ്ദം കൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളിൽ നിന്ന് വളരെ കെയറായിട്ട് വീട്ടിലുള്ള ചില കുരുത്തക്കെയുള്ള പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ ആ ടെലിവിഷന്റെ കെയറോടുകൂടി ചെയ്യണം. മാത്രമല്ല വാൾ മൗണ്ട് ചെയ്യണം. പ്രധാനമായിട്ടും ഇതിൻ്റെ ചെറിയ 2 കാലായിരിക്കും പല ടെലിവിഷൻ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ അശ്രദ്ധമായി നമ്മൾ ആ ടേബിളിൽ ഇരിക്കുന്ന എന്തെങ്കിലും എടുക്കാമെന്ന് മറിഞ്ഞു വീണ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വാൾ മൗണ്ട് ചെയ്യണം. ഭിത്തിയിൽ തന്നെ ഇത് ഫിറ്റ് ചെയ്യണം. മാത്രമല്ല ഇപ്പം വ്യത്യസ്ത തരത്തിലുള്ള വാൾ മൗണ്ട് നമുക്ക് ലഭ്യമാണ്. നമ്മൾ ഏത് ആംഗിളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലിവിഷൻ തിരിക്കാൻ ഇതിലുള്ള പിന്നെ ഇതിൻ്റെ വാൾ മൗണ്ടുകൾ നമുക്കിപ്പം കമ്പോളത്തിൽ, ഓപ്പൺ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുണ്ട്. ഇതൊരു 32 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ഇത് ഡാമേജ് വന്ന ഡിസ്പ്ലേ ആണ്. ഇതാണ് ഇതിന്റെ കനം എന്ന് പറയുന്നത്. നമ്മളെ പഴയ CRT കണക്കൊന്നും അല്ല, ഇത്രയും ചെറിയ കനം മാത്രമേ ഉള്ളൂ. ഇതിന് നിസ്സാരമായ ഒരു അശ്രദ്ധമായ ഒരു താക്കോൽ എടുത്തെറിഞ്ഞാൽ പോലും ഇത് പൊട്ടിപ്പോകാം. അപ്പം നമ്മൾ അത്രത്തോളം കെയറായിട്ട് നമ്മളിത് കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ടിവികളെ നമ്മൾ അത്രത്തോളം കെയറായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മളെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കോപ്പി ചെയ്യും, വീഡിയോ മറ്റെന്തെങ്കിലും ഡേറ്റാസ് കോപ്പി ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ TV കുത്തിയിട്ട് ഉപയോഗിക്കും. അപ്പം അതിന്റെ വൈറസ് കയറിയിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എററോ കയറിയിട്ട് ആ മദർ ബോർഡ് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ടെലിവിഷൻ പ്ലഗ് ഡയറക്റ്റ് ഓഫ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓഫ് ചെയ്യാൻ പാടില്ല. ടെലിവിഷന്റെ റിമോട്ട് സ്റ്റാൻഡ് ബൈ അടിച്ചതിന് ശേഷം മാത്രമാണ് പ്ലഗ് മെയിൻ പവർ ഓഫ് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിലും അതിന്റെ സോഫ്റ്റ്വെയർ എറർ വരാറുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എറർ വരാറുണ്ട്. അത് നമ്മുടെ ഉപയോഗം കൊണ്ട് വരുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത്, ഈർപ്പമുള്ള നല്ല നനവുള്ള തുണി കൊണ്ട് സ്ക്രീൻ തുടയ്ക്കരുത്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒലിച്ച് അതിനകത്ത് ഇറങ്ങിയിട്ട് പാനൽ ഡാമേജ് ആവാനുള്ള, ഡിസ്പ്ലേ ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി UPS നിർബന്ധമായും നമ്മൾ പിന്നെ സ്റ്റെബിലൈസർ അല്ല, UPS ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക്
ടെലിവിഷന് കേടുകൂടാതെ ഇരിക്കാൻ പറ്റും. സ്റ്റെബിലൈസർ യൂസ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ കറണ്ടിന്റെ വേരിയേഷൻ കൊണ്ട് നമ്മൾ വേരിയേഷൻ ക്ലിയർ ചെയ്യുന്ന അത് ടെലിവിഷനെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസർ യൂസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വളരെ കറണ്ട് കുറച്ചാണ് നമ്മളെ LED ടെലിവിഷൻ ഉപയോഗിക്കുന്നത്. കറണ്ട് കുറച്ചേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ലൈനിലെ മാത്രമല്ല ഇന്ന് നല്ല എല്ലാ സ്ഥലങ്ങളിലും നല്ല വോൾട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് വേരിയേഷൻ ഒരു പരിധിവരെ നമ്മൾ ടെലിവിഷനെ ബാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്റ്റെബിലൈസർ നിർബന്ധമായി ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്റ്റെബിലൈസർ യഥാർത്ഥത്തിൽ LED ടെലിവിഷന് ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്. ഓട്ടോമാറ്റിക് അതിന്റെ പവർ സപ്ലൈ വേരിയബിളിന് ലൈനിലെ വോൾട്ടേജിന്റെ വേരിയേഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക് അത് കൺട്രോൾ ചെയ്യാനുള്ള രീതിയിലാണ് LED ടെലിവിഷന്റെ പവർ സപ്ലൈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റെബിലൈസർ ഒരു അനാവശ്യ വസ്തുവാണെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ എൻ്റെ ഈ തൊഴിൽ മേഖലയിലുള്ള പരിചയം കൊണ്ട് LED ടെലിവിഷന്റെ കാര്യത്തിൽ പഴയ കാലത്ത് വോൾട്ടേജ് ഇല്ലായിരുന്ന പേര് കുറവായിരുന്നു. അന്ന് നമുക്ക് സ്റ്റെബിലൈസറിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം യഥാർത്ഥത്തിൽ സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ല. അപ്പം നമ്മുടെ ടെലിവിഷൻ പുതിയത് വാങ്ങുമ്പോൾ കഴിവത് UPS വാങ്ങാൻ ശ്രമിക്കുക. സ്റ്റെബിലൈസർ ഒഴിവാക്കി UPS വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയാലും നമ്മളെ ടെലിവിഷൻ കേടാവില്ല. കാര്യം സോഫ്റ്റ്വെയർ എറർ എടുത്ത് വന്ന് ടെലിവിഷൻ കേടായി പോകത്തില്ല. അപ്പൊ നമുക്ക് അത് ഓഫ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇതാണ് ഒരു ടെലിവിഷന്റെ ഡിസ്പ്ലേയുടെ കനം ഇത്രയേ ഉള്ളൂ. അപ്പൊ അത്രത്തോളം മൈന്യൂട്ടാണ്. ഇതാണ് ഒരു ടെലിവിഷന്റെ ഡിസ്പ്ലേയുടെ കനമാണ് നീ കാണുന്നത്. ഇത്രത്തോളം മൈന്യൂട്ടാണിത്. അപ്പൊ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണിത്. ഇതൊരു 32 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണിത്.